നമസ്കാരം. പ്രശസ്ത നാടകാചാര്യനും നടനുമായ NN പിള്ളയുടെ മകനായ വിജയരാഘവൻ വളരെ യാദൃശികമായാണ് സിനിമയിലേക്ക് എത്തിച്ചേരുന്നത്. 1973 ക്രോസ് ബെൽറ്റ് മണി സംവിധാനം ചെയ്ത കാവാലിക എന്ന ചിത്രത്തിലൂടെ വിജയരാഘവന്റെ സിനിമയിലേക്കുള്ള പ്രവേശനം. അതിനുശേഷം സിനിമയിലൊന്നും അദ്ദേഹത്തിന് വേഷങ്ങൾ ലഭിച്ചിരുന്നില്ല. സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹത്തോടെ സിനിമയെ തേടി പോയതുമില്ല. അദ്ദേഹം തന്റെ അഭിനയത്തെ തൃപ്തിപ്പെടുത്തുവാൻ തന്റെ അച്ഛന്റെ നാടക സമിതിയായ വിശ്വ കേരള കലാസമിതിയിൽ ഒരു നാടക നടനായി അരങ്ങ് തകർക്കുകയായിരുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിന് സിനിമയെക്കുറിച്ച് ചിന്തിക്കുവാനും സമയം കിട്ടിയിരുന്നില്ല. നാടകം തന്റെ ജീവനാഡിയായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് വിജയരാഘവൻ. കാവാലിക എന്ന സിനിമയ്ക്ക് ശേഷം പിന്നീട് ആരും അദ്ദേഹത്തെ സിനിമയിൽ അഭിനയിക്കുവാൻ വിളിച്ചിരുന്നില്ല. അതിൽ വിജയരാഘവന് നിരാശയും തോന്നിയിരുന്നുമില്ല. എന്നാൽ കാവാലിക്ക് ശേഷം 9 വർഷം കഴിഞ്ഞാണ് അദ്ദേഹത്തെ സിനിമ തേടിയെത്തുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ അമ്മയ്ക്കൊരുമ്മ എന്ന സിനിമയിൽ അഭിനയിക്കുവാൻ ക്ഷണം കിട്ടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് സുറുമയിട്ട കണ്ണുകൾ എന്ന സിനിമയിൽ പ്രധാന നടനായി അഭിനയിക്കുന്നത്. എന്നാൽ ആ സിനിമ വേണ്ട രീതിയിൽ വിജയിച്ചതുമില്ല. പിന്നീട് 1993 ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഏകലവ്യൻ എന്ന സിനിമയിൽ ഒരു ശ്രദ്ധേയമായ വേഷം ചെയ്തിരുന്നു. ആ സിനിമയിലൂടെയാണ് വിജയരാഘവൻ ശ്രദ്ധേയമാകുന്നത്. അതിനുശേഷം ധാരാളം സിനിമകളാണ് വിജയരാഘവനെ തേടിയെത്തിയത്. തന്റെ ജീവനാഡിയായിരുന്ന നാടകത്തെ അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു. ദി കിങ്, ക്രൈം ഫയൽ തുടങ്ങിയ സിനിമകൾ വിജയരാഘവന്റെ തലവര മാറ്റിയ സിനിമകളായിരുന്നു. പ്രേക്ഷകർ കയ്യടിയോടുകൂടിയാണ് വിജയരാഘവന്റെ അഭിനയത്തെ സ്വീകരിച്ചത്. സംവിധായകൻ രഞ്ജി പണിക്കരുടെ നിരവധി സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വളരെ വിജയകരമായി മാറിയിരുന്നു. രഞ്ജി പണിക്കർക്ക് വിജയരാഘവനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടെന്ന് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ വിജയരാഘവനെ പരിഗണിച്ചിരുന്നത്. ഏകലവ്യൻ, മാഫിയ, ദി കിങ്, കമ്മീഷണർ, രൗദ്രം തുടങ്ങിയ രഞ്ജി പണിക്കരുടെ നിരവധി ചിത്രങ്ങളിൽ വിജയരാഘവൻ വളരെയേറെ തിളങ്ങി നിന്നു. വില്ലൻ വേഷങ്ങൾ ആയിരുന്നു കൂടുതലും വിജയരാഘവനെ തേടി വന്നുകൊണ്ടിരുന്നത്. പോലീസ്, അച്ചായം വേഷങ്ങൾ, വില്ലൻ വേഷങ്ങൾ, നായക നടനായും തമാശക്കാരനായും സീരിയസ് ആയും നിരവധി വൈവിധ്യമാർന്ന വേഷങ്ങളോട് കൂടിയാണ് ബിഗ് സ്ക്രീനിലെ നിറസാന്നിധ്യമായിരുന്നു വിജയരാഘവൻ. പൂക്കാലം എന്ന സിനിമയിൽ മുക്കിയും മൂളിയും സംസാരിക്കുന്ന ഒരു പടുവൃദ്ധനായി അഭിനയിച്ചു. വിജയരാഘവന്റെ വ്യത്യസ്തമായ അഭിനയ ശൈലിയെ കണ്ട് പ്രേക്ഷകർ അമ്പരന്നു. ഈ സിനിമയിലെ വിജയരാഘവന്റെ അഭിനയത്തിന് മികച്ച സ്വഭാവ നടത്തിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചത്. പ്രായം മനസ്സിനെ ഒരിക്കലും ബാധിക്കുന്നില്ല, അത് ശരീരത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് 60-70 വയസ്സായാൽ പ്രായമായി എന്ന് ചിന്തിക്കാതെ ചെറുപ്പക്കാരെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഒരുവൻ 80-90 വയസ്സ് അടുക്കാറാകുമ്പോൾ മാത്രമേ തനിക്ക് പ്രായമായി തുടങ്ങി എന്ന് വേണം ചിന്തിക്കേണ്ടത് എന്നായിരുന്നു വിജയരാഘവന്റെ അഭിപ്രായം. 70 വയസ്സ് കഴിഞ്ഞ വിജയരാഘവൻ ചുറുചുറുപ്പോടെ കൈകളിൽ നിറയെ സിനിമകളുമായി മലയാള സിനിമയിലെ നിറസാന്നിധ്യമായി തുടരുന്നു. സാരംഗി ന്യൂസ്.